ഓരോ ദിവസവും 3 മൃഗങ്ങളെ വേട്ടയാടുമെന്നോ? ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ കാര്യം. വായാടിയായ മാൻ. മാൻകുട്ടിക്ക് എന്തു പറയണം, എവിടെ പറയണം എല്ലാം വളരെ ഇഷ്ടമാണ്. ഒരു ദിവസം അത് നരിയും നരിയുടെ കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മലയുടെ അടുത്ത് പോകരുതെന്ന്? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അവിടെ ഭയങ്കരനായ ഒരു നരി കാത്തിരിക്കുന്നുണ്ട്. നീ അവിടെ പോയ എന്തെങ്കിലും സംഭവിക്കും. അമ്മ, എന്നാൽ ഞാൻ അങ്ങോട്ട് അച്ഛനെയും കൂട്ടിയിട്ട് പോകാം. അച്ഛൻ അതിനെ കൊല്ലും. അപ്പൊ എനിക്ക് ദിവസവും അവിടേക്ക് പോവാമല്ലോ. നോക്കുമോനെ, അത് ഭീകരനാണ്. നിന്റെ അച്ഛൻ അതിനോട് പോരാടിയതാണ്. എന്നാൽ അവനെ ജയിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അച്ഛൻ അവസാനം അതിനോട് ക്ഷമ ചോദിച്ചു. അതുകൊണ്ട് നിന്റെ അച്ഛനെ ജീവനോടെ വിട്ടു. അത് ഇത്ര ഭയങ്കരനാണോ? എന്നാ ശരി അമ്മേ, ഞാനിനി ഒരിക്കലും ആ മലയുടെ അടുത്തേക്ക് പോകില്ല. അത് കേട്ട് നരി സന്തോഷിച്ചു. അപ്പോൾ മാൻ ഇതെല്ലാം കേട്ടു. അത് എല്ലാവരോടും പറയാൻ തീരുമാനിച്ചു. അതിനുശേഷം മാൻ അവിടെ നിന്ന് പോയി ഓരോരുത്തരായി എല്ലാ മൃഗങ്ങളോടും ഈ വിഷയം പറഞ്ഞു. നരിയുടെ ഭർത്താവ് വേറൊരു നരിയുടെ അടി വാങ്ങി വന്നിരിക്കുന്നുവെന്ന്. നരിയുടെ ഭർത്താവ് കാട്ടിലൂടെ നടന്നു വരുമ്പോൾ മൃഗങ്ങളെല്ലാവരും അവനെ കളിയാക്കി. നരി വേറൊരു നരിയുടെ അടികൊണ്ട് വന്നിരിക്കുന്നുവെന്ന്. ഈ വാർത്ത എല്ലാവരുടെ വായിൽ നിന്നും കേട്ട് അതിന് ദേഷ്യം വന്നു. അത് അതിന്റെ ഗുഹയിലേക്ക് വന്ന് ഭാര്യയെ വഴക്ക് പറയാൻ തുടങ്ങി. നീ മാനോട് പറഞ്ഞോ ആ നരി എന്നെ തല്ലിയ കാര്യം? അവനാണെങ്കിൽ കാട്ടിലെല്ലാവരോടും പറഞ്ഞു നടക്കുക. എന്തിനാ അവനോട് പറഞ്ഞേ? അത് കേട്ട് നരി നടന്നതെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ നമ്മുടെ കുഞ്ഞിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അവനത് ശരിയെന്ന് സമ്മതിച്ചു. എന്നാൽ ഞാൻ മാനിനോട് ഒന്നും പറഞ്ഞില്ല ചേട്ടാ. അത് കേട്ട് നരിയുടെ ഭർത്താവ് മാനിനെ കാണാൻ പോയി. മാനിനോട് ചോദിച്ചു, എന്റെ ഭാര്യ കുട്ടിയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാ അവനോട് ഇങ്ങനെ പറഞ്ഞേ. എന്നാ അത് നീ കാട്ടിൽ മൊത്തം പറഞ്ഞു നടന്നല്ലേ? പെട്ടെന്ന് ചെല്ല, നീ പോയി എല്ലാരോടും സത്യം പറ, ആ നരി എന്നെ ഒന്നും ചെയ്തില്ലെന്ന്. അത് കേട്ട് മാനും ഭയപ്പെട്ടു. അതിനുശേഷം എല്ലാ മൃഗങ്ങളോടും നരി പറഞ്ഞത് തന്നെ പറഞ്ഞു. ഞാൻ അറിയാതെ എന്തോ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അതിനുശേഷം മാൻ നരിയുടെ ഭർത്താവിനെ പോയി കണ്ട് നരിയുടെ ഭർത്താവിനോട് മാപ്പും ചോദിച്ചു. എന്നാൽ ആ പഴയ സ്വഭാവം ഇനിയും നിർത്തിയില്ല. ഒരു ദിവസം സിംഹം അതിന്റെ ഗുഹയ്ക്ക് പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ മറ്റൊരു കാട്ടിലെ രാജാവ് ഷേരോ രാജാവിനെ കാണാനായി വന്നു. 2 സിംഹങ്ങളെയും ഒരുമിച്ച് കണ്ട മാൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചു. നീ എന്തിനാ എന്റെ കാട്ടിലേക്ക് വന്നേ? ഞാൻ നിന്നോട് സൗഹൃദം കൂടാൻ വേണ്ടിയാ വന്നത്. എന്നോട് സൗഹൃദം കൂടാനോ? എന്താ പറഞ്ഞു വരുന്നത്? സിംഹരാജാവേ, താങ്കളുടെ കാട് എത്ര വലിയ കാടാ. എന്റേത് ചെറുതും. ഇത്രയും വലിയ കാട് നോക്കാൻ അങ്ങേക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാ ഞാൻ ഓർക്കുന്നത്. അങ്ങനൊന്നുമില്ല, എന്റെ കാട് ഞാൻ ഭദ്രമായിട്ട് തന്നെയാ നോക്കുന്നത്. എന്റെ ഭരണത്തിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ നോക്കൂ, അങ്ങയുടെ നല്ലതിനു വേണ്ടിയാ ഞാനിങ്ങനെ പറയുന്നത്. എന്റെ കാടും ഈ കാടും നമുക്ക് ബന്ധിപ്പിക്കാം. എന്നിട്ട് ഈ കാട്ടിൽ നമുക്ക് ഒരുമിച്ച് ഭരണം നടത്താം. അങ്ങനെ പറഞ്ഞ് അത് മനസ്സിൽ വിചാരിച്ചു, ഇവൻ ഇത് സമ്മതിക്കുകയാണെങ്കിൽ ഇവന്റെ പ്രജകളെ കൊണ്ട് തന്നെ ഞാൻ ഇവനെ ഇല്ലാതാക്കും. അതിനുശേഷം 2 കാടും ഞാൻ തന്നെ ഭരിക്കും. ഇത് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് പോകാം. താങ്കൾക്ക് വയസ്സായി സിംഹരാജാവേ. എന്തെങ്കിലും അപകടം വന്നാൽ ഈ കാട് എങ്ങനെ നീ സംരക്ഷിക്കും? ഇത് കേട്ട് സിംഹരാജാവിന് കോപം വന്നു. ഞാൻ ആരാണെന്ന് നിന്നെ ഇപ്പോൾ കാണിച്ചു തരാം. അയ്യോ, വേണ്ട, ഞാൻ പൊയ്ക്കോളാം. കുറച്ചു കഴിഞ്ഞ് എന്റെ സഹോദരൻ ഈ കാട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ നിന്നേക്കാളും വലിയ ശക്തിശാലിയാ. നീ കണ്ടോ, ഇനി ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് വരാം. നിനക്ക് നിന്റെ ജീവനിൽ കൊതിയില്ലെന്ന് തോന്നുന്നു. നീ എന്നെ കൊന്നാലും അവൻ വരും. നിന്റെ കാട്ടിലുള്ള എല്ലാ പ്രജകളെയും കൊന്നു തള്ളും. ഇത് കേട്ട് സിംഹരാജാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം ഷേരോ പേടിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? എനിക്കും ഒരു സഹോദരനുണ്ട്. അയൽ രാജ്യത്തെ രാജാവാണ്. എന്റെ ആ സഹോദരനാണെങ്കിൽ വലിയ ശക്തിശാലിയാണ്. ഞാൻ അവനെ വിളിച്ചു വരുത്തും. അവൻ ഇവിടെ വരികയാണെങ്കിൽ അവനും വേട്ട നടത്താമല്ലോ. അതിനിപ്പോ എന്താ? നിന്റെ സഹോദരൻ വന്നിട്ട് എങ്ങാനും എന്റെ പ്രജകളെ കൊല്ലുകയാണെങ്കിൽ അതിന് പകരമായിട്ട് എന്റെയും സഹോദരൻ വരട്ടെ. അവൻ ഒരു ദിവസം 3 പേരെയാണ് ഭക്ഷിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നിന്നെ ഞാനിപ്പോൾ കൊല്ലും.
നിന്റെ സഹോദരൻ ഇവിടെ വരുന്നതിന് മുമ്പേ എന്റെ സഹോദരൻ ഇവിടെ എത്തിച്ചേരും. ഏയ് അങ്ങനെയൊന്നുമില്ല സിംഹരാജ, ഞാൻ വെറുതെ തമാശന് വേണ്ടി അങ്ങനെ പറഞ്ഞേ. എനിക്ക് സഹോദരന്മാരാരുമില്ല. ഞാൻ പോയേക്കാം. അങ്ങനെ പറഞ്ഞ് അത് അവിടെ നിന്ന് ഓടിപ്പോയി. ഓരോ ദിവസവും 3 മൃഗങ്ങളെ വേട്ടയാടുമെന്നോ? ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ പറഞ്ഞു മാൻ അവിടെ നിന്ന് ഓടിപ്പോയി. അതിനുശേഷം അത് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളോടും ഈ വിവരം പറഞ്ഞു. എല്ലാ മൃഗങ്ങളെയും കണ്ട് എല്ലാവരോടും എല്ലാം പറഞ്ഞു. സിംഹരാജൻ അയാളുടെ അനിയനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. സിംഹരാജവും അനിയനും ചേർന്ന് ഒരു ദിവസം 3 മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 1 മാസം കൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കാലിയാവും. അപ്പോൾ മൃഗങ്ങളുടെ മനസ്സിൽ ഭയം വന്നു. എല്ലാവരും ആ കാട് ഉപേക്ഷിച്ച് മറ്റൊരു കാട്ടിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ കാട്ടിൽ ഒറ്റൊരു മൃഗം പോലുമില്ല. വൈകുന്നേരം സിംഹം ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു മൃഗത്തെ പോലും കണ്ടില്ല. പുഴക്കരയിൽ വന്ന് നോക്കിയപ്പോഴും ഒരു മൃഗത്തെ പോലും കണ്ടില്ല. സിംഹരാജൻ വിഷമിച്ചു പോയി. ഷേരു അവന്റെ അനുജനെ വിളിച്ചു വരുത്തി ഇനി എന്റെ പ്രജകളെ വേട്ടയാടി കാണുമോ? എല്ലാവരും ഇത് അവിടെ പോയി. അങ്ങനെ പറഞ്ഞ് കാട്ടിനുള്ളിൽ നിന്ന് പുറത്തു പോകുന്ന വഴിയിൽ സിംഹം വേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മൃഗങ്ങളും കാട്ടിൽ നിന്ന് പോയ കാര്യം സിംഹം അറിഞ്ഞു. ഉടൻ സിംഹരാജാവ് മൃഗങ്ങളുടെ മുൻപിൽ പോയി നിന്നു. അത് കണ്ട് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്നു. എന്തു പറ്റി എല്ലാവർക്കും? എല്ലാവരും എങ്ങോട്ടാണ് ഈ പോകുന്നത്? കുറച്ചു സമയം ആരും ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം രാമു ആന ധൈര്യത്തോടെ പറഞ്ഞു, ഈ കാട്ടിൽ നിന്നിട്ട് ഞങ്ങളുടെ മരണം ഞങ്ങൾ തന്നെ വരുത്തി വെക്കണോ? ഇവിടുന്ന് എങ്ങനെങ്കിലും പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. മരണമോ? എന്താ പറയുന്നേ? ഞങ്ങൾ അറിഞ്ഞു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. നിന്റെ സഹോദരനെ കൂടെ ഈ കാട്ടിലോട്ട് നീ വിളിച്ചു വരുത്താൻ പോവുകയാണല്ലേ? ഓരോ ദിവസവും 3 പേരെ അവൻ കൊന്നു തിന്നുമല്ലേ? അവന്റെ വിശപ്പ് തീർക്കാനല്ലേ? അവൻ എപ്പോഴിവിടെ വന്നാലും ഉറപ്പായും ഇവിടെയുള്ള 3 പേരെ വീതം ദിവസവും തിന്നുമല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആര് താമസിക്കാനാ? ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ചോട്ടുമാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ട് സിംഹരാജാവിന് ദേഷ്യം വന്നു. സിംഹം ഉറക്കെ പറഞ്ഞു, എടാ ചോട്ടുമാനെ, എവിടെയാ നീ? എന്റെ മുന്നിൽ വാ. ഇത് കേട്ട് മാൻകുട്ടി പേടിച്ചു പോയി. അത് മൃഗങ്ങളുടെ പിന്നിൽ ഒളിച്ചു. ധൈര്യത്തോടെ മുൻപിൽ വന്നു നിന്നു. പറയൂ രാജാവേ, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞത്? പറ, എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടു. അങ്ങ് ഷേരുവിനോട് പറഞ്ഞില്ലേ അങ്ങും സഹോദരനും കൂടി ഒരു ദിവസം 3 മൃഗങ്ങളെ വേട്ടയാടുമെന്ന്? അതാ ഞാൻ ഇവരോട് പറഞ്ഞേ. എടാ മണ്ട, നീ അത് കേട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? ഷേരു എന്താ പറഞ്ഞത് നീ കേട്ടോ? അവന്റെ സഹോദരനെ വിളിച്ചിട്ട് ഈ കാട് ആക്രമിക്കാൻ അവൻ തീരുമാനിച്ചിരുന്നു. അവനെ പേടിപ്പിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ അറിവിൽ എനിക്ക് സഹോദരനുണ്ടോ? എനിക്ക് അനുജന്മാരാരുമില്ലല്ലോ. എന്റെ കാട് നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ല. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. തിരിച്ച് കാട്ടിനുള്ളിലേക്ക് തന്നെ പോയി. എടാ ചോട്ടുമാനെ, ഒന്നും മനസ്സിലാക്കാതെ വെറുതെ കാര്യങ്ങൾ പറയരുത്. നീ എന്തു തന്നെ പറഞ്ഞാലും പറയുന്നതിന് മുമ്പ് അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കണം. അതിലെ ശരിയും തെറ്റും അറിയാതെ ചുമ്മാതെ പറയുന്നത് വലിയ തെറ്റാണ്. ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ആപത്ത് വരുത്തി വെക്കും. ഇതെല്ലാം കേട്ട് മാനിന് തന്റെ തെറ്റ് മനസ്സിലായി. അതിനുശേഷം ചിന്തിക്കാതെ ഒരു കാര്യവും കാട്ടിലെ ആരോടും അത് പറഞ്ഞില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. ശരി പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ? ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. കുറുക്കന്റെയും കൊക്കിന്റെയും സൗഹൃദം. ഒരു ദിവസം ഒരു കുറുക്കൻ കടലിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഇന്നും ബാക്കി വന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സ് സമ്മതിക്കുന്നതേ ഇല്ല. ഇന്ന് നല്ല ഫ്രഷായി കടലിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ ഫിഷിനെ തിന്നണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കടലിനടുത്തേക്ക് പോയി. എന്നാൽ പാവത്തിന് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൂരെ കുറുക്കൻ കണ്ടു 2 കരടികൾ അവർക്കിഷ്ടമുള്ള ഗോൾഡൻ ഫിഷിന് വേണ്ടി അടിയിടുന്നത്. ഇത് എന്റെ മീന അല്ല, എന്റെ മീന. ആദ്യം ഞാനാ ഇത് കണ്ടത്. എന്നാൽ പിടികൂടിയത് ഞാനല്ലേ? അവർ അതേ സ്ഥലത്തിൽ ആ മീനിനെയും വെച്ച് വീണ്ടും അടിയുണ്ടാക്കി. നീ ലെഫ്റ്റിൽ നിന്നുമാ വന്നത്, ഞാൻ റൈറ്റിൽ നിന്നും വന്നു. അപ്പോഴാണ് ഞാൻ ഈ മീനിനെ കണ്ടത്. എന്നാൽ നീ ഇവിടെ വന്നതേ ഇല്ലല്ലോ. ഞാനാണ് അതിന്റെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ കുറുക്കൻ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി. അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി.
അയ്യോ, അവനെ തടയൂ. രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി. ഇതിനെല്ലാം കാരണം നീയാ. അല്ല, അത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് തിന്നേനെ. അയ്യോ, ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു. അത് എത്ര ചെറുതായിരുന്നെന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ. എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു. അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു. ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു. കുറുക്കനും പേടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി. മറ്റൊരു കരടി വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മറുവശത്ത് മീനു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി. ശരി, പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. അങ്ങനെ പറഞ്ഞ് ആ മുട്ടയെടുത്ത് അതിന്റെ വായിലേക്ക് വച്ചു. എന്നാൽ പെട്ടെന്ന് തൊണ്ടയിലെന്തോ ഇക്കിളിയിട്ടു. അതുകൊണ്ട് മുട്ടയും തുപ്പി. ആ മുട്ട തറയിൽ വീണതുകൊണ്ട് പൊട്ടി അതിന്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞു കൊക്ക് വെളിയിൽ വന്നു. അയ്യോ, ഇത് കാണാൻ എന്തോ കൊക്കിനെ പോലെ ഉണ്ടല്ലോ. ശരി, ഇതിനെ ജീവനോടെ വിട്ടേക്കാം, അല്ലെങ്കിൽ അതിന്റെ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ. അങ്ങനെ മീനു അവിടെ നിന്നും നടന്നുപോയി. അത് കണ്ട് ആ കുഞ്ഞു കൊക്ക് പതുക്കെ പതുക്കെ മീനുവിന്റെ പിന്നാലെ നടന്നുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അതിന് കൊക്ക് ഒന്നും പറഞ്ഞില്ല. മീനുവിന് മനസ്സിലായി അതിന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഇത് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി എന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അമ്മ ഞാനാണെന്ന് കരുതി കാണും. മീനുവിന് മനസ്സിലായി ഇനി അത് തന്റെ കൂടെ തന്നെ കാണുമെന്ന്. അതുകൊണ്ട് പിന്നാലെ വരുന്നത് അത് തടഞ്ഞില്ല. മീനുവും കൊക്കും ഒരുമിച്ച് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് കൊക്ക് സംസാരിക്കാനും തുടങ്ങി. മീനു അതിന്റെ പേര് റോക്കി എന്നും ഇട്ടു. ഒരിക്കൽ റോക്കി മീനുവിന്റെ കൂടെ നടന്നുപോയി. ഒന്ന് പതുക്കെ പോന്നേ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ക്ഷീണിക്കുന്നു. നീ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അതാ വേദനിക്കുന്നത്. നിനക്ക് ചിറകുകളുണ്ടല്ലോ, നീ എന്താ പറക്കാത്തത്? എന്നാൽ എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾ ഇതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. ശരി, ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതങ്ങനെ തന്നെ ചെയ്യ്. മീനു ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, നിന്റെ ചിറകൊന്ന് അനക്കി നോക്ക്. ശരി. ഇപ്പോൾ ഇങ്ങനെ പറക്ക്. അങ്ങനെ മീനു പറഞ്ഞ ഉടനെ കൊക്ക് അത് കണ്ട് അതിന്റെ ചിറകുകൾ ആട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചിറകുകൾ വീശി നോക്കി. ഇപ്പോൾ മുകളിൽ നിന്ന് ചാടി പറക്കണം. അങ്ങനെ പറക്കുന്നത് പോലെ കാണിച്ച് മുകളിൽ നിന്ന് മീനു താഴേക്ക് ചാടി. എന്നാൽ റോക്കി അങ്ങനെയല്ല. ചിറകുകൾ ആട്ടിയ ഉടനെ പതുക്കെ പതുക്കെ അവൻ പറക്കാൻ പഠിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോക്കി വീണ്ടും വളർന്നു. വീണ്ടും മീനുവിന് ഗോൾഡൻ ഫിഷ് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് പോയി. അത് എപ്പോഴും ആ കടലിലെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ആ രണ്ട് കരടികളും വന്നു. എടോ, ഇത് അത് തന്നെയല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഭക്ഷണം മോഷിച്ചുകൊണ്ട് പോയില്ലേ? അതെ, ഇതത് തന്നെയാ. അതിനെ പിടികൂടണം. മീനു അവരെ കണ്ട് അവിടെ നിന്നും പേടിച്ചു ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പിന്നാലെ വന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ കുറ്റിക്കാടുണ്ടായിരുന്നു. അത് കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ പറ്റില്ല. മീനു വേഗത്തിൽ ഓടി. അപ്പോൾ കരടികൾ പിടികൂടാൻ തുടങ്ങിയപ്പോൾ റോക്കി അവിടേക്ക് പറന്നു വന്നു. പെട്ടെന്ന് എന്റെ കാലിൽ പിടിക്ക്. അത് കേട്ട് മീനു അതിന്റെ കാലിൽ പിടിച്ച് റോക്കി അതിനെയും കൊണ്ട് പറന്നു. അങ്ങനെ സുരക്ഷിതമായി മീനുവിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ കരടികൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ റോക്കി മീനുവിനെ വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി. താഴെ വലിയ കുഴിയാണ്. അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറച്ചു നേരത്തിനുള്ളിൽ പാറയിലിടിക്കും. എന്റെ ചെറിയ കാലുകൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് മുറുക്കി എന്റെ കാലിൽ പിടിച്ചാൽ എന്നാൽ ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ വെള്ളം വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ട് മീനു റോക്കിയുടെ കാലിൽ പിടിച്ച് റോക്കി കഷ്ടപ്പെട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ മീനുവിന്റെ ഭാരം റോക്കിക്ക് താങ്ങാൻ പറ്റിയില്ല. അയ്യോ അമ്മേ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പിടിക്കുന്നത് മാത്രം വിടരുതേ. അത് തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവത്തിന് പറന്നു പോകാനേ പറ്റിയില്ല. റോക്കിയുടെ ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാതെ മീനു കാലിൽ നിന്ന് വിട്ടു.
ഇല്ല. മീനു. മീനു കുഴിയിലേക്ക് വീഴാൻ പോയി. റോക്കിയും വിഷമത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കൊക്ക് അവിടെ വന്നു. അത് മീനുവിനെ പിടികൂടി മുകളിലേക്ക് പറന്നുപോയി. ആ കൊക്കിന് മീനുവിനെ ഈസിയായി പൊക്കാൻ പറ്റി. അത് ആ അരുവി മറികടന്ന് ഒരു സേഫായ സ്ഥലത്തിൽ കൊണ്ടുവന്ന് മീനുവിനെ താഴെ ഇറക്കി. നിങ്ങൾ എൻ്റെ ഫ്രണ്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമോനെ, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത്. എന്താ, നിങ്ങളാണോ എൻ്റെ അമ്മ? അതെ. അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമാധാനവുമായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം. എൻ്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും. നിങ്ങളുടെയും എൻ്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും. ഉറപ്പായും ഉറപ്പായും. ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ആ വലിയ കൊക്ക് കടലിന്റെ നടുക്ക് പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ഇതാ, ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു. അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി. മീനു രണ്ടുപേരും പറന്നു പോകുന്നത് കണ്ട് കൈയാട്ടി ടാറ്റ കാണിച്ചു. മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതോർത്ത് അത് സന്തോഷത്തോടെ പോയി.